ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മളെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് സ്വരാജ് ട്രോഫി അതുപോലെ തന്നെ മഹാത്മാ പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കണേ. എന്താ സ്വരാജ് ട്രോഫി? കേട്ടിട്ടുണ്ടോ നിങ്ങൾ സ്വരാജ് ട്രോഫിയെ കുറിച്ച്? മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വരാജ് ട്രോഫി പുരസ്കാരം എന്ന് പറയുന്നത്. ഒരു വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഓരോ വർഷവും കൊടുക്കുന്ന പുരസ്കാരമാണ്. അങ്ങനെ 2024 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചു. പക്ഷേ അത് 2022-23 കാലയളവിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ശരിക്കും 2022-23 കാലയളവിലെ അവാർഡാണ് 2024 പ്രഖ്യാപിച്ചേക്കണേ. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണല്ലോ അവാർഡ് കൊടുക്കണേ. കേരളത്തിൽ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്? കേരള ഫാക്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ഏതൊക്കെയാ അത്? അതില് 14 ജില്ലാ പഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 941 ഗ്രാമപഞ്ചായത്തുകളും 87 മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനുകളും പെടും. ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ട് മാറുന്നത്. ആ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില് 14 ജില്ലാ പഞ്ചായത്തുകളുള്ളതില് ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. ഏതാണ്? തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. അപ്പൊ സ്വരാജ് ട്രോഫി അവാർഡ് കിട്ടുമ്പോ എങ്ങനെയാ കിട്ടണേ? എന്തൊക്കെയാ കിട്ടണേ? 50 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, സ്വരാജ് ട്രോഫി കിട്ടുന്നുണ്ട്, സാക്ഷ്യപത്രം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുള്ള ജില്ലാ പഞ്ചായത്തിനാണെങ്കിലും ഗ്രാമപഞ്ചായത്തിനാണെങ്കിലും മുനിസിപ്പാലിറ്റിക്കായാലും കോർപ്പറേഷൻ ആയാലും ഒക്കെ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 3 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് 2022-23 എന്താണ് സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയത്. ഫസ്റ്റ് പ്രൈസ് 3 ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കിട്ടി. ഒന്ന് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരവും, അടുത്തത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പും, നെക്സ്റ്റ് വൺ കോട്ടയം ജില്ലയിലെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനുമാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത്, കാസർഗോഡ് ജില്ലയിലെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത്, ഈ 3 ബ്ലോക്ക് പഞ്ചായത്തുകൾ 2022-23 മികച്ച സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. അടുത്തത് നോക്കൂ, മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാ? എത്ര ഗ്രാമപഞ്ചായത്ത് ഉണ്ട്? 941 ഗ്രാമപഞ്ചായത്തിൽ കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ ഗ്രാമപഞ്ചായത്താണ് 2022-23 സ്വരാജ് ട്രോഫി നേടിയത്. 2022-23 സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്തിന്റെ പേര് വലിയ പറമ്പ. ഏത് ജില്ല? കാസർഗോഡ് ജില്ല. അടുത്തത് സ്വരാജ് ട്രോഫി നേടിയ മുനിസിപ്പാലിറ്റി ഏതറിയോ നിങ്ങൾക്ക്? ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഈ വർഷത്തെ സ്വരാജ് ട്രോഫി കരസ്ഥമാക്കി. അതുപോലെ കോർപ്പറേഷൻ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ആണ്. 6 കോർപ്പറേഷനുകൾ ഉള്ളതില് തിരുവനന്തപുരം കോർപ്പറേഷനാണ് മികച്ച സ്വരാജ് ട്രോഫി നേടിയ കോർപ്പറേഷൻ ആയത് കേട്ടോ. അപ്പോ കേരളത്തിൽ 14 ജില്ലാ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സ്വരാജ് ട്രോഫി നേടി. ബ്ലോക്ക് പഞ്ചായത്ത് 3 എണ്ണം അല്ലെ, 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 3 ബ്ലോക്ക് പഞ്ചായത്തുകള് 1ാം സ്ഥാനം പങ്കിട്ടു. നീലേശ്വരം, കാസർഗോഡ്, പെരുമ്പടപ്പ്, മലപ്പുറം, വൈക്കം, കോട്ടയം. ഇനി ഗ്രാമപഞ്ചായത്ത് 941 കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ 1ാം സ്ഥാനം നേടി. മുനിസിപ്പാലിറ്റികൾ 87 ഗുരുവായൂർ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ നേടി. കോർപ്പറേഷൻ 6 തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പൊ 2024 പ്രഖ്യാപിച്ചു വെച്ചാലും 2022-23 കാലയളവിലെ അവാർഡാണെന്നും കൂടെ ഓർത്തു വെക്കണം. അടുത്തത് മഹാത്മാ പുരസ്കാരം. ഇതുമായിട്ട് റിലേറ്റഡ് ആണ്, കണക്റ്റഡ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ഇവിടെ പറഞ്ഞത്. എന്താ മഹാത്മാ പുരസ്കാരം എന്ന് പറയുന്നത്? ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് കൊടുക്കുന്ന പുരസ്കാരത്തിന്റെ പേരാണ് എന്ത്? മഹാത്മാ പുരസ്കാരം. മഹാത്മാ പുരസ്കാരം നേടിയ മികച്ച മഹാത്മാ പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് പെരുങ്കടവിള തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടി. അടുത്തത് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം 2 ഗ്രാമപഞ്ചായത്തുകൾ നേടി.
ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട. അടുത്തത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ തുടങ്ങിയവ മഹാത്മാ പുരസ്കാരം നേടി. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്നിവ മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്തുകളാണ്. അപ്പൊ നമ്മളിവിടെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അല്ലേ പറഞ്ഞേ? എന്താ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പറയാത്ത? കാരണം വേറെയാണത്. എന്താണ്? അതായത് നഗരപ്രദേശങ്ങളില് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പേരിലാണ്, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നഗരപ്രദേശങ്ങളിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവിടെ കൊടുക്കുന്ന അവാർഡിന്റെ പേര് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്നാണ്. മനസ്സിലായോ? അപ്പൊ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരി, തൃശ്ശൂരാണ് കേട്ടോ. മഹാത്മാഗാന്ധി അയ്യങ്കാളി പുരസ്കാരം നേടിയ മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരി. കോർപ്പറേഷൻ ഏതാണ്? കൊല്ലാണ്. കോർപ്പറേഷൻ കൊല്ലാണ്. അപ്പൊ മഹാത്മാ പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് പെരിങ്കടവിള തിരുവനന്തപുരം, മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്തുകൾ വെള്ളറട തിരുവനന്തപുരം, എടപ്പാള് മലപ്പുറം. ഇനി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയത് മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരി, കോർപ്പറേഷൻ കൊല്ലം. ഇത്രയൊക്കെ ആണെങ്കിലും ഞാൻ പറയും കൂടുതൽ ഇമ്പോർട്ടൻസ് സ്വരാജ് ട്രോഫിക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷകൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതും സ്വരാജ് ട്രോഫി തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതും കൂടുതൽ തന്നെയാണ് സ്വരാജ് ട്രോഫി തന്നെയാണ്. 2022-23 24 പ്രഖ്യാപിച്ചത്. 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 14 ജില്ലാ പഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 941 ഗ്രാമപഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ. ഇത് ഓർത്തു വയ്ക്കുക. അതില് ജില്ലാ പഞ്ചായത്തിൽ 1ാം സ്ഥാനം അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിലെ സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരം. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 3 നേടി നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം കോട്ടയം, പെരുമ്പടപ്പ് മലപ്പുറം, നീലേശ്വരം കാസർഗോഡ്. ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ, മുനിസിപ്പാലിറ്റി തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ, കോർപ്പറേഷൻ ട്രിവാൻഡ്രം. ഇത്രയും വളരെ വൃത്തിയായിട്ട് ഓർത്തു വയ്ക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. കാരണം മിക്കപ്പോഴും പരീക്ഷകളിലെ സ്വരാജ് ട്രോഫി ഒന്നുകിൽ എന്തിനു കൊടുക്കുന്നു എന്നെങ്കിലും ചോദിക്കാറുണ്ട്. അതായത് എന്താ പറയാ, മികച്ച സേവനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കുന്നു, അപ്പോഴും പറയാറുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഇനി തിരിച്ചു ചോദിക്കാം, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന അവാർഡിന്റെ പേരെന്ത്? സ്വരാജ് ട്രോഫി. ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും സ്ഥലങ്ങളും ഒക്കെ ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഭംഗിയായിട്ട് നിങ്ങളത് പഠിച്ചു വയ്ക്കുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായ ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.